അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് കാണാൻ വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തുനിന്ന് ഭരണസമിതി ഒന്നടങ്കം എന്ന് തന്നെ പറയാം ഈ രീതിയിലൂടെ വരുന്നത്. വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായും ഞങ്ങളത് വന്നത് വളരെ നല്ലൊരു കാര്യമായി എന്ന്. കാരണം മുമ്പ് ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ രൂപം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്. ഇപ്പം ഈ ജോലി ചെയ്ത് കഴിഞ്ഞ ജോലി നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് എന്ന് മാത്രമല്ല അതിനകത്ത് ഞങ്ങൾക്കൊന്നും സജഷനൊന്നും പറയാനില്ല. കാരണം അത്രമാത്രം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മണ്ണിൽ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെളിയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഒന്നുകൂടി വർദ്ധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാറ്റിനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും, ഗുരുവായൂരപ്പൻ്റെ എല്ലാ തരത്തിലുള്ള കടാക്ഷങ്ങളും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ഈ പ്രവൃത്തി ഇങ്ങനെയൊരു മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെതിരായിട്ടും ആൾക്കാർ പറഞ്ഞിരുന്നു, എന്താ ഇപ്പം ഇപ്പോഴുള്ള ഇതിനെന്താ കുഴപ്പം, അതിന് അത് മാറ്റേണ്ട ആവശ്യം എന്താണ്. പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തണം, മാറ്റം വരണം എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ തന്നെ ഒരു ഇതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം വളരെ ഔചിത്യപൂർവമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമായി. തീർച്ചയായും ഉണ്ണിയെയും ഉണ്ണിയോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ കടാക്ഷമുണ്ടാവും. കൂടുതൽ കൂടുതൽ ഉത്കർഷങ്ങൾ ഉണ്ടാവട്ടെ. അതിന് ഗുരുവായൂരപ്പനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവിടെ സ്ഥാപിക്കാനുള്ള ഗരുഡന്റെ പ്രതിമയാണ്. കണക്ക് പ്രകാരം കാഴ്ചഭാഗവും വളരെ ഭംഗിയായിട്ടുണ്ട്. അളവിലും വ്യത്യാസങ്ങളൊന്നും കാഴ്ചയിൽ തോന്നണില്ല. ഓരോരോ അംഗഭാഗങ്ങളും നോക്കുമ്പോഴും വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അയാളെ. ഈ വാർത്ത കിട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം ശരിയാക്കും, ഉണ്ണി ശരിയാക്കും വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ നിലയ്ക്ക് വളരെ ഗംഭീരമായിട്ടുണ്ട് ഈ മെഴുവിലുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ഈ ഗരുഡന്റെ രൂപം. അത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം തന്നെ പറയാൻ വയ്ക്കും. ഇത്രയും വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ അയാൾക്ക് സാധിച്ചത് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. ഇനി ഇതിന് മുകളിലേക്കും അതേമാതിരി നല്ല ഭംഗിയോടും വൃത്തിയോടും കൂടി ചെയ്യാനുള്ള ഒരു യോഗം കൂടി അയാൾക്ക് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇത്ര ഒരു വലിയ വർക്ക് എനിക്ക് ചെയ്ത് സമർപ്പിക്കാനായിട്ടുള്ളൊരു അവസരം വന്നത്. അതെൻ്റെ സുഹൃത്ത് ഉണ്ണി ആണ് അതിൻ്റെ പുറകിൽ. ഇതിൻ്റെ അമ്പലത്തിലെ അതിൻ്റെ ഭരണസമിതിയും അതേപോലെ തന്നെ ചെയർമാൻ, തന്ത്രി, അഡ്മിനിസ്ട്രേറ്റർ ഇവരെല്ലാവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു പെർമിഷൻ എനിക്ക് മേടിച്ചു തന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് ഉണ്ണിക്കാനായി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മൾ ഒരു തവണ ഗുരുവായൂർ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഈ സമിതിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത്ര ഒരു വലിയ ഒരു ഇത് ക്ലേയിൽ ചെയ്ത് കഴിയുമ്പോൾ എത്ര പെർഫെക്ഷൻ വരുമെന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ആവുമെന്നുള്ളത്. എന്തായാലും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്ത്രിയും അതേപോലെ തന്നെ ചെയർമാനും പറഞ്ഞ പോലെ തന്നെ വളരെയധികം സന്തോഷം. അത് നമ്മുടെ ഒരു മനസ്സിലുള്ള അതായത് ഒരു ജീവൻ തുടിക്കുന്ന പോലത്തെ ഒരു ഇതാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഏകദേശം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഇനിയിപ്പോൾ അത് ഈ പറയുന്ന വെങ്കലത്തിലോട്ട് വരുമ്പോൾ കൂടുതൽ പെർഫെക്ഷനും കുറേ കൂടി ഒരു തിളക്കവും വരും. അപ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെ. ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അവിടെ കുറേ വലിയൊരു ചടങ്ങുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഭംഗിയാക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഭരണസമിതി ഇവർ ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, തന്ത്രി ഇവരെല്ലാവരും ഇത്ര തിരക്കുള്ള ആൾക്കാരാണ്. അവർക്ക് ഇവിടെ വന്നതിൽ തന്നെ നമ്മൾ കുറേയധികം ഉണ്ണി അതിൻ്റെ പുറകിൽ നിന്നതിന് ശേഷമാണ് വരാൻ സാധിച്ചത്. അപ്പോൾ വന്നതിൽ അവരോട് നന്ദി പറയുന്നു. നമസ്കാരം.